കലിയുഗത്തിൽ സംഘടനാ ശക്തി കൊണ്ടാണ് നാം ധർമ്മത്തെ സംരക്ഷിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ എറണാകുളത്തപ്പന്റെ ഈ മണ്ണിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കൾ സംഘടനാ ശക്തിയിൽ ഒന്നിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് നമ്മളാണ് കൽക്കിയെ കാത്തിരിക്കരുത്. മത്സ്യക്കൂർമ്മ വരാഹശ്ച നരസിംഹോ ഇതി വാമന രാമോ രാമരാമശ്ച കൃഷ്ണ കൽക്കീതി ദശ. എപ്പോഴെല്ലാം ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ അധർമ്മം വിളയാടിയോ അപ്പോഴെല്ലാം ഞാൻ പല രൂപത്തിലും ഭാവത്തിലും ഈ മണ്ണിലേക്ക് അവതാരമെടുത്തു വന്നിട്ടുണ്ട്. ഞാൻ അവസാനം വന്നത് ഭഗവാൻ കൃഷ്ണന്റെ രൂപത്തിലാണ്. 4,24,000 വർഷമുള്ള കലിയുഗത്തിൽ എവിടെയെങ്കിലും ഞാൻ വരും. പക്ഷെ അതുവരെ നിങ്ങൾ എന്നെ വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധിശക്തി, പരാക്രമവും ഷഡേതേ പ്രവർത്തന്തേ ദൈവം തത്ര പ്രകാശേത്. ശബരിമലയിൽ രഹന ഫാത്തിമ ചെല്ലുമ്പോ അയ്യപ്പന് 2 പുലി അങ്ങോട്ട് വിട്ടാ പോരായിരുന്നു? ഒരു നേതാവിന്റെ ചോദ്യം. അയ്യപ്പന്റെ കയ്യിൽ ഒരുപാട് പുലിയുണ്ട്. ഒരു പുലിയെ വിട്ടിട്ട് രഹന ഫാത്തിമയെ പിടിക്കാൻ പറഞ്ഞാൽ പുലി പിടിക്കുകയും ചെയ്യും. പക്ഷെ അയ്യപ്പൻ പുലിയെ വിട്ടാൽ നമ്മുടെ റോൾ എന്താ? അയ്യപ്പന്റെ സന്നിധാനത്തെ നശിപ്പിക്കുവാൻ കനകദുർഗയും ബിന്ദു അമ്മിണിമാരും ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം? ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം, ഈ 6 ഗുണങ്ങൾ ഉള്ളവൻ അങ്ങോട്ട് ചെല്ലണം. താൻ പാതി ദൈവം പാതി എന്നാണ്. ഭഗവാനെ സംരക്ഷിക്കുവാൻ നീ ഉണ്ടെങ്കിൽ ഭഗവാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്ന് ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നു. ഭഗവാൻ ഈ കൈകൾ നൽകിയിട്ടുണ്ട്, കണ്ണുകൾ നൽകിയിട്ടുണ്ട്, ചെവിയെ നൽകിയിട്ടുണ്ട്, നടക്കാൻ കാലുകൾ നൽകിയിട്ടുണ്ട്. എന്നിട്ടും ഭഗവാൻ ഈ രഹന ഫാത്തിമ എന്ന് പറയുന്ന നിങ്ങളുടെ കൊച്ചിക്കാരിയെ തടുക്കുവാൻ ഭഗവാന്റെ പുലി തന്നെ വരണോ? വേണ്ടതില്ല. അതുകൊണ്ട് ത്രേതായ മന്ത്രശക്തിശ്ച ജ്ഞാനശക്തി കൃതേ യുഗേ ദ്വാപരേ യുദ്ധശക്തിശ്ച സംഘേ ശക്തി. ഈ കലിയുഗത്തിൽ സംഘടനാ ശക്തി കൊണ്ടാണ് നാം ധർമ്മത്തെ സംരക്ഷിക്കേണ്ടത്.